ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും മൈ സ്റ്റോറി സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും മിസ്സാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടുവരും കേട്ടോ. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചാലും എൻ്റെ ജീവനായിട്ടുള്ള ഒരു ഭാഗം ഞാൻ മറന്നുപോയി. അപ്പോൾ ആ യാത്ര ഫുള്ള് അതിൻ്റെ ടെൻഷനും സങ്കടമൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെത്തിയപ്പോഴേ ഇഷമോള് ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് അവളെ അവിടെ ആക്കി കൊടുത്തു. ആൻഡ് അയ്യേട്ടൻ തിരിച്ച് റിട്ടേൺ കോഴിക്കോട്ടേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ വീട്ടിൽ ഞാനും അമ്മയും മാത്രമായി. വീട്ടിൽ പോയാൽ എൻ്റെ ടൈം പാസ് എന്ന് പറയുന്നത് ഒരുപാട് പരദൂഷണങ്ങളും അടുത്തുള്ളവരുടെയും പിന്നെ റിലേറ്റീവ്സിൻ്റെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കും അമ്മയ്ക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാണ്ടായിരിക്കും. അപ്പം അതൊക്കെ പറഞ്ഞ് ഭയങ്കര റിലാക്സ് ആയിട്ട് ചായ കുടിക്കുക, ചോറുണ്ണ, ഇതൊക്കെയാണ് അവിടെ പോയാൽ ഉണ്ടാവാറുള്ളത്. ഒരുപാട് സിനിമകൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക. കാരണം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്ര ലേറ്റ് നൈറ്റ് ആയി സിനിമ കണ്ടാലും പ്രശ്നമില്ല, രാവിലെ അത്ര നേരത്തെ എഴുന്നേക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ രാത്രി അങ്ങനെ കുറേ സിനിമകളൊക്കെ ഇരുന്ന് കാണും. ഞാൻ ഒരു ദിവസം തന്നെ 3-4 സിനിമകൾ വരെ കണ്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സിനിമകൾ കാണുക. പിന്നെ അഗേട്ടൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഡെയിലി വിളിച്ചിട്ട് അഗേട്ടനായിട്ട് തല്ലുണ്ടാക്കുക. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ വീട്ടിൽ പോയാലല്ല. അങ്ങനെ ഞാനും അമ്മയായിട്ട് സംസാരിച്ച് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അമ്മയും ഞാനും കിടക്കാൻ പോയി. ഞാനൊരു മൂവി എടുത്തു. മൂവി എടുത്തിട്ട് എനിക്ക് ആ സിനിമ കാണാനേ പറ്റുന്നില്ല. അതുവരെ ഉണ്ടായിരുന്ന ആ ടെൻഷനൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ വരിക. ടെൻഷനുള്ള കാരണം എന്താ വെച്ചാൽ മാർച്ച് 21 ആയിരുന്നു എൻ്റെ പീരിയഡ്സ്. അപ്പോൾ ഈ മന്തും 21 മാക്സിമം അങ്ങോട്ട് പോയാൽ 21 എനിക്ക് എപ്പോഴും പ്രീ ഡേറ്റ് ഉണ്ടാവല്, അതായത് ബിഫോർ ഡേറ്റ്. അപ്പോൾ ഒരു 3 days ബിഫോറൊക്കെ എനിക്ക് പീരിയഡ്സ് വരാറുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 പീരിയഡ്സ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു 18th 19th ഒക്കെ ആവുമ്പോഴത്തേക്കാവും വരിക എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം ആ പ്രതിഭാസം എൻ്റെ അടുത്ത് നേരത്തെ വരാറുണ്ട് എപ്പോഴും. പക്ഷെ ഇത്തവണത്തെ എൻ്റെ പീരിയഡ്സിന് എൻ്റെ അടുത്ത് എൻ്റെ മെൻസ്ട്രൽ കപ്പ് ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ അത്രത്തോളം മെൻസ്ട്രൽ കപ്പിനെ അഡിക്റ്റഡ് ആയിരുന്നു. കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഞാൻ കപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതില്ലാതെ ഒരു പീരിയഡ്സ് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതാണോ അത്ര വലിയ കാര്യം, ഇതിനാണോ ഇത്രയും ഹൈപ്പ് കൊടുത്തതെന്നൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ ആനക്കാര്യം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു മെൻസ്ട്രൽ കപ്പായിട്ട് അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് ഞാൻ ഈ പറയുന്നത് കുറച്ചെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. മെൻസ്ട്രൽ കപ്പ് ഇല്ലാതെ ഉള്ള ഒരു പീരിയഡ്സ് ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പം അതന്നെയായിരുന്നു എൻ്റെ ടെൻഷനുള്ള മെയിൻ കാരണം. ഞാൻ എൻ്റെ മെൻസ്ട്രൽ കപ്പാണ് മറന്നിട്ടുണ്ടായിരുന്നത്. അഗേട്ടൻ പറഞ്ഞ പോലെ 2 ദിവസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞാലും 16-ാം തീയതി ആയിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 19-ാം തീയതി അഗേട്ടൻ വരികയാണെങ്കിൽ ഓക്കെ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം 21-നാണല്ലോ പീരിയഡ്സ്. അതിൻ്റെ 2 ദിവസം മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ 19th ആവേണ്ടത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ മറന്നിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, എന്തായാലും ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ടെൻഷനായി നിൽക്കുന്നു. മൂവീസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ 16th കഴിഞ്ഞു, 17th കഴിഞ്ഞു. അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇത്രത്തോളം ദൈവത്തിനെ വിളിച്ചിട്ടുണ്ടാവില്ല വേറെ. ഞാൻ ആകെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ പീരിയഡ്സ് ആവരുത്, 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യണേ, അഗേട്ടൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യണേ, ഒന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണേ. ഇത് മാത്രമേ ഞാൻ ദിവസം എന്നല്ല ഓരോ മൊമെന്റിലും ഇങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും, ഞാൻ അഗേട്ടനെ വിളിക്കുകയാണെങ്കിലും, ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഇത് മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. ദൈവമേ പീരിയഡ്സ് ആവരുതേ, അഗേട്ടൻ വന്നിട്ട് പീരിയഡ്സ് ആയാൽ മതിയേ, എനിക്ക് കപ്പിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആയാൽ മതി. ഇത് മാത്രമേ എനിക്ക് പറയാണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 17th പീരിയഡ്സ് ആയില്ല, 18th ആയില്ല, 19th കഴിഞ്ഞു, 20 കഴിഞ്ഞു, 21 കഴിഞ്ഞു. 22 അഗേട്ടൻ ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ കയ്യിൽ അങ്ങനെ കപ്പ് കിട്ടി. അപ്പം ആശ്വാസമായി. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. അപ്പോൾ അതിലേറെ സമാധാനമായി. അങ്ങനെ എൻ്റെ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആയി ഞങ്ങൾ നേരെ കോയമ്പത്തൂരെത്തി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് അപ്പോൾ 22 ഞങ്ങൾ അവിടെ എത്തുന്നത്. 22 കഴിഞ്ഞു, 23rd ആയി, രാവിലെ ആയി, ഉച്ചയായി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഇതുവരെ പീരിയഡ്സ് ആയില്ല.
ഞാൻ ഇങ്ങനെ ലേറ്റ് ആവാറില്ല. എനിക്ക് പീരിയഡ്സ് എന്ന് പറയുന്ന കറക്റ്റ് ഡേ. അപ്പോൾ ആ 21 മാക്സിമം 21 വരെ പോവുള്ളൂ, ഡിലേ വരുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ബിഫോറാണ് വരാറുള്ളത്. പക്ഷെ ഇത് 22 കഴിഞ്ഞു, 23 ആയി, എന്നിട്ടും എനിക്ക് പീരിയഡ്സ് ആയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിസ്സാക്കിയ ഒരു കാര്യമുണ്ട് കേട്ടോ. 18th ഒക്കെ ആയപ്പോൾ ബ്ലീഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്ത് ഓക്കെ. പക്ഷെ ആ 18th എനിക്ക് സ്പോട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ബ്ലീഡിങ് വന്നില്ല. അപ്പം ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി, പീരിയഡ്സ് ആവരുതേ, ഏട്ടൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ, എൻ്റെ കൂടെ ഉണ്ടാവണേ ദൈവം, എൻ്റെ കൂടെ ഉണ്ടാവണേ. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ 23rd ആയി. 23rd അപ്പോഴും ഞാൻ ആലോചിക്കും, ഇതിപ്പോൾ എന്താ ഇത്രയൊക്കെ ലേറ്റ് ആവാൻ, എനിക്കിങ്ങനെ വരാറില്ലല്ലോ സാധാരണ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ അടുത്ത് ടെസ്റ്റിംഗ് കിറ്റ് ഉണ്ട്. പണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രഗ്നൻസി കിറ്റ്, ഞാനത് എൻ്റെ ബാഗിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബാഗാണ് ഞാൻ കോയമ്പത്തൂർക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ടെൻഷനില്ല. 22nd കോയമ്പത്തൂർക്ക് പോന്നപ്പോൾ അഗേട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പീരിയഡ്സ് ആയോ എന്നുള്ളത്. കാരണം ഞാൻ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നല്ലോ, അതുകൊണ്ട് പീരിയഡ്സ് ആയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആയിട്ടുണ്ടായിരുന്നില്ല. 23rd അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് അന്ന് ഫുള്ള് അതിൻ്റെ ടെൻഷൻ. ഈശ്വര, അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഫുള്ള് ഭയങ്കര ടെൻഷനായിരുന്നു. ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും. അതിന് രാത്രി ഞങ്ങൾ കിടക്കാറ് എങ്ങനെയാ വെച്ചാൽ റീൽസൊക്കെ കണ്ട് അതിനെ കൗണ്ടർ പറഞ്ഞ് റീകൗണ്ടർ ചെയ്ത് ഒരുപാട് ചിരിച്ച് തമാശ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കിടക്കാറുള്ളത്. പക്ഷെ എനിക്ക് ടെൻഷൻ കാരണം എനിക്ക് അഗേട്ടൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, മോളോടൊന്ന് കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടെൻഷൻ. പക്ഷെ എന്താന്നുള്ളത് എനിക്ക് പറയാനും വയ്യല്ലോ. തലവേദനിക്കുന്നുണ്ട്, ഞാൻ കിടക്കാട്ടോ എന്ന് പറഞ്ഞ് കിടന്ന് പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. അഗേട്ടനാണെങ്കിൽ റീൽസും കണ്ടുകൊണ്ട് കിടക്കുക, അഗേട്ടനും ഉറങ്ങുന്നില്ല. ഫസ്റ്റ് അഗേട്ടൻ ഉറങ്ങി, പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഉറങ്ങാനേ കഴിയുന്നില്ല. ഞാൻ 2 മണി അറിഞ്ഞു, 3 മണി അറിഞ്ഞു. പിന്നെ അപ്പോഴൊക്കെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, സമയം നോക്കുന്നുണ്ട്. 3:30 ആയി, 4:30 ആയി, 5 മണി വരെയും ഒപ്പിച്ചു. 5 മണിയായപ്പോൾ ഞാൻ ഒരൊറ്റ ഓട്ടം ബാത്റൂമിലേക്ക്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് കിറ്റ് എടുക്കുമ്പോഴും ബാത്റൂമിലേക്ക് ഓടുമ്പോഴും അവിടെ പോയി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴും ഒക്കെ ഞാൻ ആകെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ 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 എന്നായിരുന്നു. ആ ദൈവത്തിന് സ്പെസിഫിക് ആയിട്ട് ഒരു പേര് പോലുമില്ല, ഞാൻ എല്ലാവരും കോമൺ ആയിട്ടാണ് വിളിക്കുന്നത്. ദൈവമെന്ന് വിളീൻ്റെ കൂടെ ഈ റിസൾട്ട് പോസിറ്റീവ് ആവണോ അത് നെഗറ്റീവ് ആവണോ എന്ന് ഞാൻ പറയുന്നേ ഇല്ല. എനിക്ക് എന്തായാലും പ്രശ്നമില്ല, പക്ഷെ ദൈവമേ ദൈവമേ എന്ന് ഞാൻ വിളിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് പോസിറ്റീവ് ആവണമെന്നാണോ അത് നെഗറ്റീവ് ആവണമെന്നാണോ എന്ന് എനിക്കറിയുന്നില്ല. ഞാൻ അങ്ങനെ മനസ്സിലൊന്നും ഇപ്പോഴും എനിക്ക് മനസ്സിലാവില്ല ഞാൻ അന്ന് എന്തായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ. അന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ആകെ ഞാൻ വിളിക്കുന്നത് ദൈവമേ ദൈവമേ എന്ന് കണ്ണടച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമേ 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 എന്ന് മാത്രം. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് എനിക്ക് റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അതായത് ആ റിസൾട്ട് എന്തായിരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നുള്ളത്. എനിക്കങ്ങനെ ഒരു ആഗ്രഹം പ്രത്യേകിച്ച് മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ. പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. പക്ഷെ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഒരുപാട് ദൈവത്തിനെ വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് റിസൾട്ട് കിട്ടി, ഞാൻ ഭയങ്കര ഫ്രീ ആയി. 5 മണിയാണല്ലോ സമയം. ബാത്റൂമിന്റെ വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെളിച്ചമുണ്ട്. അപ്പൊ അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര സമാധാനമായി, സന്തോഷമായി, ഭയങ്കര റിലാക്സ്ഡ് ആയി. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ടെൻഷനും ഒരു 4-5 ദിവസമായി ഞാൻ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം മെൻസ്ട്രൽ കപ്പ് ഇല്ല എന്നുള്ള എൻ്റെ ടെൻഷൻ, പിന്നെ പീരിയഡ്സ് ആവാത്തതിൻ്റെ ടെൻഷൻ, പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടെൻഷൻ, അങ്ങനെ ആകെപ്പാടെ ടെൻഷൻ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഭയങ്കര കൂളായിട്ട് റൂമിലേക്ക് പോയി, മൂടി പുതച്ച് നന്നായിട്ട് ഉറങ്ങി. അപ്പൊ അവിടെ ആയതുകൊണ്ട് നെക്സ്റ്റ് ഡേ അങ്ങനെ നേരത്തെ നീക്കണം എന്നില്ലല്ലോ, വൈകി നീറ്റാൽ മതിയല്ലോ. നെക്സ്റ്റ് ഡേ എന്ന് പറയാൻ പറ്റില്ല, അന്ന് 5 മണിയായിരുന്നു. ഞാൻ ആ സമയത്ത് ഈ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ദിവസം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് റിസൾട്ട് എന്നുള്ളത്, നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ